ശബരിമല സംരക്ഷണ സംഗമത്തിലെ വിദ്വേഷ പരാമർശത്തിൽ കേസെടുത്തു. ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദയ്ക്കെതിരെയാണ് കേസെടുത്തത്. വാമർ മുസ്ലിം തീവ്രവാദി ആണെന്നായിരുന്നു ശാന്താനന്ദയുടെ പരാമർശം. ഇവിടെ മറ്റൊന്ന് പറയുന്നത് കേട്ടു, വാവരെ പറ്റി. വാപുരൻ എന്ന് പറയുന്നത് ഇല്ല പോലും. പരമപൂജ്യ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ 25-30 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ശബരിമലയിൽ വച്ചിരിക്കുന്നത് വാവരെയാണ്. വാവരക്ക് ശബരിമലയുമായും അയ്യപ്പനുമായും കുലബന്ധം പോലുമില്ല. ആ വാവര് മുസ്ലിം ആക്രമണകാരിയാണ്. അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കടന്നു വന്ന തീവ്രവാദിയാണ്. അയാൾ പൂജിക്കപ്പെടേണ്ടവനല്ല, പൂജ്യനല്ല. പിന്നെ പൂജിക്കപ്പെടേണ്ടത് ആര് എന്ന് ചോദിച്ചാൽ വാപുരൻ. മറന്നു പോകരുത്. സർവ അയ്യപ്പ ഭക്തന്മാരോടും ഞാൻ അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അബിലാല്, ദൃശ്യങ്ങൾ ആ പ്രസംഗമൊക്കെ തന്നെ പൊതുസമൂഹത്തിന്റെ മുൻപിലുള്ളതാണ്. ഇതിന്മേലിപ്പോൾ കേസെടുത്തുകൊണ്ട് നടപടിയിലേക്ക് പോവുകയാണോ? അങ്ങനെയെങ്കിൽ ഏത് വകുപ്പ് ചുമത്തിയിട്ടുണ്ട്? പരാതിയുടെ അടിസ്ഥാനത്തിൽ പന്തളം പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. BNS 196, 299 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതായത് മതവികാരം വ്രണപ്പെടുത്തുക, അതോടൊപ്പം തന്നെ വിശ്വാസികൾക്കിടയിൽ മതസ്പർദ്ധയ്ക്കിടയാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുക എന്നീ 2 വകുപ്പുകളാണ് ഈ ശാന്താനന്ദ മഹർഷിക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം, അതായത് ശബരിമല കർമ്മസമിതി സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ ആദ്യഘട്ടത്തിലെ സെമിനാറിൽ സംസാരിച്ച വേളയിലാണ് ശാന്താനന്ദ മഹർഷി വിവാദമായ പ്രസ്താവന നടത്തിയത്. വാവർ എന്നുള്ള ആൾ പൂജിക്കപ്പെടേണ്ട ആളല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശത്തിലെ വിവാദമായ ആദ്യ ഭാഗം. ഒപ്പം തന്നെ മുസ്ലിം അക്രമകാരിയാണ് അദ്ദേഹം. ശബരിമല അയ്യപ്പനെ യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തിയ ആളാണ് അദ്ദേഹം, തീവ്രവാദിയാണ് എന്നുള്ള പരാമർശം കൂടി ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിനാൽ തന്നെ അദ്ദേഹം പൂജിക്കപ്പെടേണ്ട ആളല്ല. എന്നാൽ ശബരിമലയിൽ പൂജിക്കപ്പെടേണ്ടത് വാപുരൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ശിവന്റെ ഭൂതഗണത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ വാവറല്ല, വാപുരനാണ് പൂജിക്കപ്പെടേണ്ടത് എന്നുള്ളതായിരുന്നു ശാന്താനന്ദ മഹർഷിയുടെ പ്രസംഗത്തിന്റെ ഏറ്റവും കാതലായ ഭാഗം.